ഒരു സൂഫി കഥ കേട്ടിട്ടുണ്ട്. ആ സൂഫി കഥ ഒരു അറേബ്യയിലെ ഒരു സൂഫിയാണ്. അദ്ദേഹം ഒരു ദിവസം ചന്തയിൽ വളരെ അഴുക്കുള്ള വസ്ത്രമൊക്കെ ഇട്ടിട്ട് അദ്ദേഹം നിൽക്കുക. കുളിച്ചിട്ട് ഒരുപാട് കാലമായി. സൂഫികൾ ശരീരബോധമില്ല. അവർ ഉടുക്കുന്ന വസ്ത്രങ്ങൾ എന്താണെന്നൊന്നും അവർ നോക്കില്ല. അത്രയും ശരീരബോധമില്ലാത്ത സന്യാസികളാണ് അവർ. അപ്പം അങ്ങനെ സൂഫി നിൽക്കുന്ന കണ്ടപ്പോൾ അവിടെ അടിമ മുതലാളി സംവിധാനമുള്ളൊരു രാജ്യമായിരുന്നു. ഒരു മുതലാളി, ഒരു യജമാനൻ വന്നിട്ട് ചോദിച്ചു, ഇയാൾ അടിമയാണെന്ന് വിചാരിച്ചിട്ട് ഇയാളോട് പറയേ, എന്താ താങ്കൾ യജമാനനെ നോക്കി നിൽക്കുകയാണോ? അപ്പോൾ അയാൾക്ക് യജമാനനെ കാത്തു നിൽക്കുകയാണ് ഇദ്ദേഹം എന്ന് വിചാരിച്ചിട്ട് യജമാനനെ നോക്കി നിൽക്കുകയാണോ? അപ്പോൾ ആ സൂഫിയാണെന്ന് മനസ്സിലായിട്ടില്ല, ഒരു അടിമയാണ് നിൽക്കുന്നതെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. അപ്പോൾ ആ സൂഫി പറഞ്ഞു, ഞാൻ കുറേ നാളുകളായി എൻ്റെ യജമാനനെ തിരഞ്ഞു നടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ സൂഫി പറയുന്നത് എന്തർത്ഥത്തിലാണ്? യഥാർത്ഥ യജമാനൻ ആരാണ്? ഈശ്വരനാണ്. ഞാൻ എൻ്റെ യജമാനനെ തിരഞ്ഞു നടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വന്ന ആ മുതലാളി പറഞ്ഞു, യജമാനൻ പറഞ്ഞു, എൻ്റെ കൂടെ പോന്നോളൂ, താങ്കളുടെ യഥാർത്ഥ യജമാനനെ കണ്ടെത്തുന്നത് വരെ എൻ്റെ കൂടെ വന്ന് ജോലി ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ സൂഫി അദ്ദേഹത്തിൻ്റെ കൂടെ പോയി, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കുറേ കാലം ഈശ്വര സമർപ്പിതമായി ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഇത് കണ്ടിട്ട് അവിടുത്തെ യജമാനന് വളരെ അത്ഭുതം തോന്നി. ഇദ്ദേഹത്തിൻ്റെ അർപ്പണവും ജീവിതമൊക്കെ കണ്ടിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഈ യജമാനൻ തന്നെ ഈ അടിമയെ വിട്ടയക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥ സൂഫിയാണ്. പക്ഷേ ഈ വിട്ടയച്ച സൂഫി പിന്നീട് ലോകത്തിലെ പ്രസിദ്ധനായ ഒരു സൂഫിയായിട്ട് തീർന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വചനങ്ങളൊക്കെ പിന്നീട് വിഖ്യാതമായി. അപ്പോൾ നമുക്ക് പറ്റുമോ അങ്ങനെയൊക്കെ? നമ്മളുടെ വ്യക്തിത്വത്തെ പ്രൊജക്റ്റ് ചെയ്യാനാണ് നമ്മളെപ്പോഴും ശ്രമിക്കുക. നിത്യജീവിതത്തിൽ എപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത് നാം ആര് എന്ന് വേറൊരാളെ അറിയിക്കുക എന്നുള്ളതാണ്. ഓരോ നിമിഷത്തിലും നമ്മൾ നടത്തുന്ന ശ്രമങ്ങൾ. ഞാൻ സമൂഹത്തിൽ വളരെ അംഗീകൃതനായിരിക്കുന്ന ഒരാളാണെങ്കിൽ അടുത്തിരിക്കുന്ന ആളോട് സംസാരിക്കുമ്പോൾ ആദ്യം ഞാൻ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നത് എൻ്റെ ആ പദവിയും പൊസിഷനും ഒക്കെ ആയിരിക്കും. അതിനെ പറയാം നമ്മുടെ അഹങ്കാരത്തിൻ്റെ പ്രൊജക്ഷൻ. അത് വെളിപ്പെടുത്തുമ്പോഴാണ് അദ്ദേഹത്തിന് സംതൃപ്തി ഉണ്ടാകുന്നത്. പക്ഷേ നമുക്ക് നമ്മളുടെ യഥാർത്ഥത്തിൽ ഒരു സൊസൈറ്റിയിൽ കിട്ടുന്ന അംഗീകാരവും സ്വീകാര്യതയും ഒന്നും ദൈവത്തിൻ്റെ തലത്തിലുള്ള അംഗീകാരവും സ്വീകാര്യതയുമല്ല. എപ്പോൾ അഭിമാനത്തെ, അഹങ്കാരത്തെ സംയമം ചെയ്ത് അഹങ്കാരത്തെ പ്രകാശിപ്പിക്കാതിരിക്കുന്നുവോ അപ്പോഴാണ് ഒരു മനുഷ്യൻ പൂർണ്ണ പ്രജ്ഞതയുള്ളതായിട്ടിരിക്കുന്നത്. അതാണ് യഥാർത്ഥ എളിമ എന്ന് പറയുന്നത്. എളിമയും ആത്മസാക്ഷാത്കാരവും ഒന്നു തന്നെയാണ്. ആത്മസാക്ഷാത്കാരത്തിൽ നിന്ന് എളിമയെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. അത്രയും അത് ചേർന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ സാമൂഹികമായിരിക്കുന്ന വ്യക്തിത്വം നമ്മെ ഒരുപാട് അഹന്തയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ അഹന്തയെ കുറച്ച് കൊണ്ടുവരണമെങ്കിൽ സാമൂഹികമായി നമുക്ക് ഉണ്ടായിട്ടുള്ള വ്യക്തിത്വമല്ല ആത്മാവിൻ്റെ വ്യക്തിത്വം. അതുകൊണ്ട് ആത്മാവിൻ്റെ വ്യക്തിത്വത്തിനാണ് എന്നും പ്രാധാന്യം കൊടുക്കേണ്ടത്. ആത്മവ്യക്തിത്വത്തിന് മറ്റുള്ളവരുടെ മുന്നിൽ പ്രകാശിപ്പിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു ധർമ്മമല്ലത്. വേറൊരാളെ അംഗീകരിക്കുന്നതോ അംഗീകരിക്കാതിരിക്കുന്നതോ പ്രശംസിക്കുന്നതോ നിന്ദിക്കുന്നതോ ഒന്നും ആത്മവ്യക്തിത്വത്തെ ബാധിക്കുന്നതല്ല. എന്നാൽ സാമൂഹിക വ്യക്തിത്വത്തെ ബാധിക്കുന്നതാണത്. അതുകൊണ്ടാണ് നമ്മൾക്ക് ആരെങ്കിലും നമ്മെ വിമർശിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ, പ്രശംസിക്കുമ്പോൾ നമുക്കൊക്കെ സന്താപങ്ങളൊക്കെ വന്നു പോകുന്നത്. അത് നമ്മളുടെ ജീവിതത്തെ ബാധിക്കുന്നത്.